ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു കിച്ചൺ സഫാരി. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എല്ലാവർക്കും അറിയാവുന്ന ഒരു റെസിപ്പി ആയിട്ടാണ്. നൈസ് പത്തിരി ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അടികട്ടിയുള്ള ഒരു പാത്രത്തിലേക്ക് 2.5 കപ്പ് വെള്ളം ഒഴിച്ചെടുക്കുക. വെള്ളത്തിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. വെള്ളത്തിൽ ഉപ്പ് മുന്തി നിൽക്കണം. വെള്ളം നല്ലോണം വെട്ടിത്തിളക്കണം. അതുവരെ വെയിറ്റ് ചെയ്യാം. വെള്ളം അളന്ന അതേ കപ്പിൽ 2 കപ്പ് അരിപ്പൊടിയാണ് ഇവിടെ ഞാൻ എടുക്കുന്നത്. പൊടിയുടെ ക്വാളിറ്റി അനുസരിച്ചിരിക്കും വെള്ളത്തിൻ്റെ അളവ് നമ്മൾ എടുക്കുന്നത്. എനിക്ക് 2 കപ്പ് പൊടിക്ക് 2.5 കപ്പ് വെള്ളമാണ് ഇവിടെ ആവശ്യമായി വന്നത്. 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ അരിപ്പൊടി കിടന്ന് വേവണം. ഇനി പത്ത് മിനിറ്റ് ലോ ഫ്ലെയിമിൽ നല്ലോണം വെന്ത പൊടിയെ നമുക്ക് മിക്സ് ചെയ്യാം. പോലത്തെ ഒരു പരന്ന പാത്രത്തിൽ വെച്ചിട്ടാണ് ഞാൻ പൊടി കുഴച്ചെടുക്കുന്നത്. മാവിൻ്റെ ചൂടാറുന്നതിന് മുമ്പ് തന്നെ ഇത് കുഴച്ചെടുക്കണം. 10 മിനിറ്റെങ്കിലും ഇത് നല്ലോണം കുഴച്ചെടുക്കണം. നല്ലോണം സോഫ്റ്റ് ആവുന്നത് വരെ ഇത് കുഴച്ചെടുക്കേണ്ടത്. കുഴച്ച് വെച്ച മാവിനെ ഒന്ന് ചൂടാറാൻ വേണ്ടി ഒരു 10 മിനിറ്റ് പിന്നെ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇങ്ങനെ ചെയ്താൽ മാത്രമേ പത്തിരി മരവിക്കാതിരിക്കുകയുള്ളൂ. അല്ലെങ്കിൽ ഒരു 5-6 മണിക്കൂർ കഴിയുമ്പോഴേക്കും പത്തിരി നല്ലോണം മരവിച്ച് പോകും. പത്ത് മിനിറ്റ് കഴിയുമ്പോൾ വീണ്ടും കുഴച്ചെടുത്ത് അതിനെ നമുക്ക് ഉരുളകളാക്കി മാറ്റാം. ഒരു റൊട്ടി ഫ്ലാറ്റ്നർ എടുത്തിട്ട് നമുക്ക് ആ ബോൾസ് ഇതിൽ വെച്ച് പ്രസ് ചെയ്ത് എടുക്കാം. എന്നിട്ട് അരിപ്പൊടി തന്നെ മുക്കി മാറ്റി വെക്കാം. പത്തിരി അത്യാവശ്യം പരന്ന് വന്നിട്ടുണ്ട്. ഒന്നും കൂടി ഫ്ലാറ്റ് ആക്കണമെങ്കിൽ നമുക്ക് ഇതേപോലെ റോളർ ഉപയോഗിച്ച് ഒന്ന് റോൾ ചെയ്തെടുക്കാം. ഒരു പാൻ വെക്കുക. പാൻ നല്ലോണം ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് പത്തിരി ഇട്ട് കൊടുക്കാം. ഒരു സൈഡ് നല്ലോണം കുക്കായി വരുമ്പോൾ മറിച്ചിട്ടിട്ട് മറ്റേ സൈഡും വേവിച്ചെടുക്കാം. വളരെ ഈസിയാണ് ഇത് ഉണ്ടാക്കാൻ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.